അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, ജനങ്ങൾ പുറത്താക്കി പ്രതിപക്ഷത്തേക്ക് എത്തിയ CPM എന്ന് പറയുന്ന പാർട്ടി ശരിക്കും പറഞ്ഞാൽ ദുർബലമായ അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ വലിയ വിമർശനം പാർട്ടിക്കുള്ളിൽ നിന്ന്, പുറത്തുനിന്നൊന്നും നമ്മൾ കണക്കാക്കണ്ട, പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഉണ്ട്. ഈ പറയുന്ന പല നേതാക്കളും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം UDF അധികാരത്തിലിരിക്കുന്നു, വലിയ വലിയ എനിക്ക് തോന്നുന്നു കുറേ കോംപ്ലിക്കേഷൻസ് നമ്മൾ കണ്ടു. ഇപ്പം ഒടുവിൽ ഈ പറയുന്ന പ്രളയം വരെ എത്തി നിൽക്കുന്നു. ഇപ്പം ചില പോരായ്മകൾ പുതിയ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അത് എടുത്തു കാണിക്കാൻ പോലും കഴിവില്ലാത്ത രീതിയിൽ പ്രതിപക്ഷം മാറിയിരിക്കുന്നു. ശബ്ദമില്ലാതെ വളരെ ദുർബലമായ അവസ്ഥയിലാണ് ഇപ്പം പ്രതിപക്ഷം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്, ജനങ്ങൾ വിലയിരുത്തി തുടങ്ങിയിട്ടുമുണ്ട്. അപ്പം ഈ ദുർബലാവസ്ഥ ഭരണത്തിൽ ഇരിക്കുമ്പോഴേ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയല്ലേ ജനങ്ങൾ അടിച്ചു പുറത്താക്കിയത്. ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർട്ടിയിൽ പലപ്പോഴും CPM എന്ന് പറയുന്ന പാർട്ടി പലരെയും വേണ്ടത്ര ഗൗനിച്ചില്ല എന്ന് പറയുന്ന ശക്തമായ ഒരു പരാതി CPM-നകത്തുണ്ട്. അതായത് നമുക്കറിയാവുന്ന പോലെ ചില സ്ഥാപിത താല്പര്യങ്ങൾ വെച്ച് പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ നേതൃത്വം തന്നെ അതിനൊരു വലിയ കാരണമാണ്. പിണറായി വിജയൻ അതിൻ്റെ ഒരു ശരിയായ സമയത്ത് പിണറായി വിജയൻ മാറി നിൽക്കണമായിരുന്നു. പക്ഷേ പിണറായി വിജയൻ മാറി നിൽക്കാതെ പിണറായി വിജയൻ തന്നെ വീണ്ടും പാർട്ടിയുടെ ഒരു ഫേസ്, സർവാധിപത്യം, ഒരു വ്യക്തി കേന്ദ്രീകൃതമായി രാഷ്ട്രീയ പാർട്ടി CPM എന്ന് പറയുന്ന പാർട്ടി മാറുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പിന്നാലെ നിൽക്കുന്ന അണികളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ഒരു കലിപ്പ്, ദേഷ്യമൊക്കെ ഉണ്ടാകുന്ന സ്വാഭാവികമാണ്. അവർ വിമർശനം ഉന്നയിക്കും. പിന്നെ പല കാര്യങ്ങളിലും ഒരിക്കലും ന്യായീകരിക്കാനാവാത്ത, അതായത് ഇപ്പോൾ ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ തെറ്റിനെ ന്യായീകരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് പാർട്ടി പ്രവർത്തകർക്ക് കഴിയണം. പക്ഷേ അതിനുള്ള ഒരു സ്പേസ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർക്കുണ്ടായില്ല എന്നുള്ളതാണ്. പിന്നീട് ഇതൊക്കെ പാർട്ടിയുടെ പരാജയമാണ്. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വലിയ പരാജയമാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കോളൂ, പ്രതിപക്ഷത്ത് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, VD സതീശൻ പറഞ്ഞ സംഭവിച്ചുകൂടെ? VD സതീശൻ പറഞ്ഞ പോലെ അന്ന് കഴിവുറ്റ കുറേ മന്ത്രിമാരുണ്ടായിരുന്നു. കഴിവുറ്റെന്ന് വെച്ചാൽ അവർക്ക് അടുത്ത തവണ പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വന്നാലും നമ്മൾ പലപ്പോഴും പറഞ്ഞ കാര്യമാണ്. കാരണം ശക്തരായ കുറേയധികം നേതാക്കന്മാരുണ്ടായിരുന്നു. ആ നേതാക്കന്മാരെ എല്ലാം വീട്ടിലിരുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് UDF-ൻ്റെ ഏറ്റവും വലിയൊരു ബലം. എന്ന് വെച്ചാൽ തങ്ങൾക്കെതിരെ ഉയർന്നു വരാൻ ഇടയുള്ള ശക്തമായ ശബ്ദങ്ങളെ പലതിനെയും ഒഴിവാക്കാൻ AN ഷംസീറിനെ പോലെയുള്ള, P രാജീവിനെ പോലെയുള്ള, അങ്ങനെയുള്ള ഒരുപാട് നേതാക്കന്മാരുടെ പേര് പറയേണ്ടി വരും. അത്തരം നേതാക്കന്മാരെ പലരെയും വീട്ടിലിരുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് UDF-ൽ അല്ലെങ്കിൽ VD സതീശൻ്റെ ഏറ്റവും വലിയ വിജയം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ തന്നെ പ്രതിപക്ഷ ശബ്ദങ്ങളിൽ ഇപ്പം നോക്കിയുള്ളൂ, പ്രതിപക്ഷത്ത് M സ്വരാജിനെ ഒരുപക്ഷെ നിർത്തി വിജയിപ്പിക്കേണ്ടതായിരുന്നു. എന്തുകൊണ്ട് M സ്വരാജിനെ അങ്ങനെ തഴഞ്ഞു? M സ്വരാജിനെ വിജയിപ്പിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ശബ്ദമായി M സ്വരാജ് മാറിയേനെ. പക്ഷേ അപ്പോഴും M സ്വരാജിനെ മത്സരിപ്പിക്കാൻ പാർട്ടി തയ്യാറായില്ല. M സ്വരാജിന് അങ്ങനൊരു നീക്കം കൊടുത്തതുമില്ല. പകരം ആവശ്യമില്ലാത്ത പലരെയും മത്സരിപ്പിച്ചു, പരാജയപ്പെട്ടു പാർട്ടി. അപ്പോൾ പാർട്ടിയുടെ നീക്കം വലിയ മോശമായിരുന്നു. അതിനെതിരായി തന്നെ പാർട്ടിയിൽ തന്നെയുള്ള ബാക്കിയുള്ള നേതാക്കന്മാർ രംഗത്തേക്ക് വരുന്നു. പിന്നെ മറ്റൊരു അധപ്പതനം സംഭവിച്ചെന്ന് പറയുന്നത് നമുക്കറിയാം. പാർട്ടി എന്ന് പറയുന്ന CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ദുർബലാവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അതായത് പ്രതിപക്ഷം അതിശക്തമായ സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെ കടന്നു പോകുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ പത്രസമ്മേളനം എത്ര മാധ്യമങ്ങൾ ലൈവ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വെറുതെ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, വളരെ കുറച്ച് ലൈവുകളാണ് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ CPM-ൻ്റെ ഒരു FB പേജിലൂടെയോ അല്ലെങ്കിൽ കൈരളി TV-യിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ചാനലുകളിൽ മാത്രമാണ് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ടോട്ടൽ എന്നുള്ള നിലയിലേക്ക് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കൊടുക്കുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ മുൻപ് VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ആ സമീപനം അല്ല ഇന്ന് പിന്നെ എന്താ പറയുക, നമ്മുടെ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായപ്പോൾ ഉള്ളത്. അതെല്ലാം കുറഞ്ഞു വന്നു. പിന്നെ MV ഗോവിന്ദൻ മാഷ് പത്രസമ്മേളനം വിളിച്ചാൽ എത്ര പേര് പത്രസമ്മേളനം കൊടുക്കുന്നുണ്ട്, ലൈവ് കൊടുക്കുന്നൊന്നുമില്ല. പണ്ട് അങ്ങനെ അല്ലായിരുന്നു, സ്ഥിതി മാറി മറിഞ്ഞു. പിണറായി വിജയന്റെ ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് FB പോസ്റ്റ് മാത്രമാണ്, അത്രേ ഉള്ളൂ. ഇപ്പോൾ എല്ലാം FB പോസ്റ്റാണ്. കാര്യം ആരും കേൾവിക്കാരില്ല പിണറായി വിജയനെ സംബന്ധിച്ച്. അദ്ദേഹം കേൾവിക്കാരില്ലാത്ത ഒരു നേതാവായി മാറിക്കഴിഞ്ഞു. സ്വന്തം പാർട്ടിക്കാർ പോലും കേൾക്കുന്നില്ലെന്നേ. MV ഗോവിന്ദൻ മാഷ് പത്രസമ്മേളനം നടത്തിയാൽ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും, രാജിവെച്ചിട്ട് പൊക്കൂടെ എന്ന് തുറന്നു ചോദിക്കുന്ന തലത്തിലേക്ക് MV ഗോവിന്ദൻ മാഷും അധപ്പതിച്ചു പോയി. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഒരിക്കലും പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒരാളും ചോദിച്ചിട്ടില്ല, കോടിയേരി സഖാവിനോട് ചോദിച്ചിട്ടില്ല നിങ്ങൾ രാജിവെച്ച് പുറത്ത് പോയിക്കൂടെ എന്ന് ചോദിച്ചില്ല. കാര്യം എന്താ, അദ്ദേഹം ശക്തനായിരുന്നു. അദ്ദേഹത്തിനോട് അങ്ങനെ ഒരു ചോദ്യം ഒരു ഘട്ടത്തിലും ആരുടെയും ഭാഗത്ത് ഒരു സാധാരണ പ്രവർത്തകൻ്റെ വായിൽ നിന്നുണ്ടായിട്ടില്ല. ഇത് നൂറ്റാണ്ടിൽ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ കനത്ത പരാജയത്തിലേക്ക് CPM കൂപ്പുകുത്തിപ്പോയി. അതിൻ്റെ പ്രധാന കാരണക്കാർ ഈ പറയുന്ന നേതാക്കന്മാരാണ് എന്ന് താഴെ തട്ടിലുള്ള സഖാക്കന്മാർ പലരും വിശ്വസിക്കുന്നുമുണ്ട്.
പിന്നെ ഇതിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഫണ്ടില്ലായ്മ എന്ന് പറയുന്നത് LDFിനെ വല്ലാതെ അല്ലെങ്കിൽ CPMനെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്ന ഒരു സംഭവം തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് CPM എന്ന് പറഞ്ഞാൽ ബക്കറ്റ് പിരിവിലൂടെയൊക്കെ CPMന് പൈസ റേസ് ചെയ്യാൻ കഴിയുമായിരുന്നു. വെറുതെ ഒരു ബക്കറ്റ് എടുത്തുകൊണ്ട് ഇറങ്ങിയാൽ മതി, ആൾക്കാരെല്ലാം പണം കൊടുക്കും. നമുക്കറിയാം, സഖാവ് P. കൃഷ്ണപിള്ളയുടെ ഒരു സ്മാരക മന്ദിരം അല്ലെങ്കിൽ സ്മാരകമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഹോസ്പിറ്റൽ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പിരിവ് നടത്തിയപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് അത് നിർമ്മിക്കാനുള്ള പൈസ പിരിഞ്ഞു കിട്ടി. ഇതായിരുന്നു പാർട്ടിക്കുണ്ടായിരുന്ന ഒരു പ്രിവിലേജ്. ഇന്ന് അങ്ങനെ അല്ല. ഇന്ന് പാർട്ടിക്ക് ഫണ്ടെന്ന് പറയുന്നത് കണ്ടു കിട്ടാൻ പോലും ഇല്ലാത്ത അവസ്ഥയെത്തി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് കേന്ദ്ര സർക്കാർ ശക്തമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. കാരണം കേന്ദ്രം എന്ന് പറയുന്നത് ഫണ്ട് എങ്ങനെയൊക്കെ സ്വരൂപിക്കാം നമുക്കറിയാം. കേന്ദ്രം ഇടപെട്ടുകൊണ്ട് കഴിഞ്ഞ നമ്മുടെ ദുരന്തമുണ്ടായ സമയത്ത് രണ്ട് വർഷത്തിന് മുമ്പ് പല വിദേശ രാജ്യങ്ങളിൽ നിന്നും സഹായം നമ്മുടെ സംസ്ഥാനത്തിലേക്ക് എത്തുന്നതിന് വിഘാതമായി നിന്നത് കേന്ദ്ര നിയമങ്ങളായിരുന്നു. കേന്ദ്രം കർക്കശമായി പറഞ്ഞു വിദേശ ഫണ്ട് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് കർക്കശമായി കേന്ദ്രം നിലപാടെടുത്തു. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ സംസ്ഥാനത്തിന് വരേണ്ട ഫണ്ടാണ് അന്ന് തടയപ്പെട്ടത്. എന്ന് പറയുന്ന പോലെ വിദേശ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി LDFിനെ വല്ലാതെ പെടുത്തുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഫണ്ടിങ് കൂടുതലും നടന്നുകൊണ്ടിരുന്നത് സഹകരണ സംഘങ്ങളിലൂടെയാണ്. സഹകരണ സംഘങ്ങളിലൂടെ ഫണ്ടിങ് കൃത്യമായി നടന്നുകൊണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് കേരള ബാങ്ക് പോലെയുള്ള ഒന്നിലേക്ക് ലയിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. ചിലയിടങ്ങളിൽ സഹകരണ സംഘങ്ങളായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കേരള ബാങ്ക്, സഹകരണ സംഘങ്ങൾ, ഇതിലൂടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഫണ്ട് വന്നുകൊണ്ടിരുന്നു. എന്നാൽ സഹകരണ നിയമങ്ങൾ കേന്ദ്രം കൃത്യമായി ടൈറ്റ് ചെയ്തതോടുകൂടി ഇനിയിപ്പോൾ കുറച്ചാൾ കഴിയട്ടെ, ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം ഒക്കെ എത്തിക്കഴിയുമ്പോഴേക്ക് നമ്മളുടെ നാട്ടിൽ സഹകരണ സംഘങ്ങളും കേരള ബാങ്കുകളും ഇല്ലാതെയാവുന്ന സമയത്ത് സംസ്ഥാനത്തിനകത്ത് CPM പോലൊരു പാർട്ടിക്ക് ഫണ്ടിങ് എന്ന് പറയുന്നത് വളരെ കുറയുന്ന ഒരവസ്ഥയിലേക്ക് വരും. ഇപ്പം നമുക്കറിയാം ഇലക്ട്രൽ ബോണ്ട്, അതിന് യാതൊരു വ്യവസ്ഥയില്ലായിരുന്നു. SBI ഇഷ്യൂ ചെയ്യുന്ന ഇലക്ട്രൽ ബോണ്ട് വഴി കോടിക്കണക്കിന് രൂപ നമുക്കെല്ലാവർക്കും അറിയാം. BJP ആണ് അതിനകത്ത് ഏറ്റവും മുൻപന്തിയിൽ നിന്നൊരു രാഷ്ട്രീയ പാർട്ടി. കോടിക്കണക്കിന് രൂപ അവർക്ക് കിട്ടി. നമുക്ക് അതിലേക്ക് എനിക്ക് തോന്നുന്നു 100-ലധികം കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾ ഇലക്ട്രൽ ബോണ്ട് വഴി പ്രിയങ്ക വധേരയുടെ ഹസ്ബൻഡ് റോബർട്ട് വധേരയാണ് കൊടുത്തത്. അപ്പം അങ്ങനെ BJPക്ക് ഫണ്ടിങ് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. BJP, കോൺഗ്രസ്. ഇപ്പം നമ്മൾ കോൺഗ്രസിനൊക്കെ നല്ല കൃത്യമായി ഇലക്ട്രൽ ബോണ്ട് വഴി ഫണ്ട് വരുന്നുണ്ട്. അന്ന് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ CPM എന്ത് ചെയ്തു? CPM ആണ് പരാതിയായിട്ട് പോകുന്നത് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഇലക്ട്രൽ ബോണ്ട് നിർത്തലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ പാർട്ടികൾക്കുള്ള ഫണ്ടിങ് അവസാനിച്ചോ? ഇല്ല. CPMന് ഇനിയും ചെന്നിട്ട് ഇലക്ട്രൽ ബോണ്ട് പുനഃസ്ഥാപിക്കണമെന്ന് പറയാൻ പറ്റുമോ? അതും പറ്റില്ല. അപ്പോൾ CPM എടുത്ത നിലപാട് അങ്ങനെയായിരുന്നു. അപ്പം അങ്ങനെയുള്ള പിന്നെ തന്നെ ഒരു ദേശീയ പാർട്ടി എന്ന് പറയുന്ന നിലയിലല്ല CPM ഇപ്പോൾ ഉള്ളത്. പലയിടങ്ങളിലും CPMന് ആ പാടെ 1-2 MPമാരൊക്കെ ഉള്ളതല്ലാതെ വേറെ ഒരിടത്തും വലിയ കാര്യക്ഷമമായ മുന്നേറ്റമൊന്നുമില്ല. അപ്പോൾ ഒരു ദേശീയ തലത്തിലുള്ള ഒരു ഫണ്ടിങ്, ശക്തമായൊരു ഫണ്ടിങ് നിലയിലേക്കൊന്നും CPM പോലൊരു രാഷ്ട്രീയ പാർട്ടി പോവില്ല. കേരളത്തിൽ കിടന്നുള്ള കളിയാണ്. അതേസമയം അവിടോട്ട് നോക്കിക്കോളൂ. ഇപ്പോൾ അവർക്ക് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ പാർട്ടി എന്നുള്ളൊരു പേരുണ്ട്. ആ ദേശീയ പാർട്ടി എന്നുള്ള പേരുള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഫണ്ടിങ് നടക്കും, കൃത്യമായിട്ട് ഫണ്ടിങ്. BJPയെ സംബന്ധിച്ചിടത്തോളം പിന്നെ പറയുകയേ വേണ്ട. BJPക്ക് നമ്മുടെ കേരളത്തിൽ ഫണ്ടിങ് നടന്നതായിട്ട് 400 കോടി രൂപയാണ് കേരളത്തിലേക്ക് അവരുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടായി മാത്രം എത്തുന്നത്. അപ്പം എത്രത്തോളം വലിപ്പമുള്ള ഫണ്ടിങ് ആണ് അവരുടെയൊക്കെ ആലോചിച്ച് നോക്കുക. അത്രയൊക്കെ 400 കോടിയിൽ നിന്ന് എടുത്ത് CPM കണി കാണാൻ കിട്ടത്തില്ലെന്നേ. അവരൊക്കെ എവിടെ നിന്നുണ്ടാക്കാൻ ഈ 400 കോടി രൂപ? സ്വാഭാവികമായിട്ടും ഈ പറയുന്ന സഹകരണ സംഘങ്ങളുടെയും ഈ പറയുന്ന കേരള ബാങ്കിൻ്റെയൊക്കെ അവസ്ഥ മോശമായി തുടങ്ങുമ്പോൾ ഫണ്ടിങ് ഇഷ്യൂ വരുന്ന സമയത്ത് സ്വാഭാവികമെന്നോണം പാർട്ടി തറയിലേക്ക് പോകും. അത് പാർട്ടിയുടെ ഒരു വലിയ പരാജയമാണ്. അതുകൊണ്ട് CPM ഇനിയും ഏറെക്കാലമൊന്നും കേരളത്തിൽ അത്ര ശക്തമായി നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ നേതൃത്വത്തിൽ അടക്കം വലിയ ശക്തമായ മാറ്റങ്ങൾ ഉണ്ടാവണം. ഈ പറയുന്ന യുവതലമുറ പാർട്ടിയിലേക്ക് വരണം. ഈ പറയുന്ന കിഴവന്മാരെ കണ്ടിട്ട് എങ്ങനെയാണ് ഫണ്ട് ചെയ്യുന്നത്? ഈ പറയുന്ന പോലെ MV ഗോവിന്ദ മാഷിനെ പോലെയുള്ള, പിണറായി വിജയനെ പോലെയുള്ള നേതാക്കന്മാരെ കണ്ടുകൊണ്ട് പാർട്ടി എങ്ങനെ ഫണ്ട് ചെയ്യും? ഇനിയും ഇവർ നിന്നുകൊണ്ട് അടുത്ത ഒരു 5 വർഷം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പിൽ 31 ആകുമ്പോഴത്തേക്ക് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ഇവിടെ യുവ നേതൃത്വം ഇല്ല. ഈ 5 വർഷം CPM എന്ന് പറയുന്ന ഒരു പാർട്ടി എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിനെക്കുറിച്ച് തീരുമാനമെടുക്കേണ്ടത് ശരിക്കും യുവ നേതാക്കളാണ്. കാരണം ഇവിടെ വേറൊരു കാര്യം കൂടെ സംഭവിച്ചു. ഇന്ന് കേരള ബാങ്ക് തീർന്നു. ശരിക്കും പാർട്ടിയുടെ ബേസ് കിടക്കുന്ന എവിടെ? DYFI, SFI പോലുള്ള സംഘടനകളിലാണ് ശരിക്കും CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ബേസ് അല്ലെങ്കിൽ ഒരു ബലം കിടക്കുന്നത്. ഇന്ന് ആ ബലം തകർന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ DYFI എന്ന് പറയുന്ന ഒരു സംഘടനയെ സമയത്തോളം പിന്നെ പണ്ട് രാഹുൽ മാങ്കൂട്ടം ചോദിച്ച പോലെ കഴിഞ്ഞ 10 വർഷമായിട്ട് DYFI അല്ലെങ്കിൽ അന്ന് ചോദിച്ച 7 വർഷമാണ് കഴിഞ്ഞ 3 വർഷത്തിന് മുമ്പ് നടത്തിയ ഒരു ചർച്ചയായിരുന്നല്ലോ. അപ്പം ആ കാലഘട്ടത്തിൽ അത്രയും DYFI എന്ന് പറയുന്നൊരു സംഘടന കേരളത്തിൽ എന്ത് ചെയ്തു? ആകപ്പാടെ ചെയ്തു എന്ന് പറയാൻ പിന്നെ ഇതുണ്ടാക്കി, പിന്നെ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന പൊതിച്ചോറിൻ്റെ പദ്ധതി നടപ്പിലാക്കി. അല്ലാന്നുണ്ടെങ്കിൽ വയനാട്ടിലെ ആൾക്കാർക്ക് വേണ്ടി പണം പിരിച്ചു. അതിലും പിന്നെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് ആരോപണം ഉയർത്തിയിട്ടുണ്ട്. അപ്പം ഇതല്ലാതെ DYFI എന്ത് ചെയ്തു?
SFI എന്ന് പറയുന്ന സംഘടന പിന്നെ ഗവർണർക്കെതിരെ പോയി. പക്ഷേ ഗവർണർ അടങ്ങിയിരിക്കുന്നില്ല. SFIയുടെ പ്രതിരോധത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഗവർണർ മുന്നോട്ട് തന്നെ പോവുക. മുന്നോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ താഴേക്കിടയിലുള്ള SFIയിൽ നിന്നും CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്ക് എത്തുന്ന യുവ നേതാക്കളുടെ എണ്ണത്തിൽ കുറവ് സംഭവിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കാവ്യവൽക്കരണം വരുന്നു. ഈ യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിറ്റിയിൽ കാവ്യവൽക്കരണം സംഭവിക്കുന്നു. യൂണിവേഴ്സിറ്റിയിൽ കാവ്യവൽക്കരണം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് SFI ദുർബലപ്പെടുകയാണ് ചെയ്യുന്നത്. ABVP പോലെയുള്ള സംഘടനകൾ വർദ്ധിച്ചു വരാനുള്ള സാധ്യത കൂടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ CPM എന്ന് പറയുന്ന പാർട്ടി ക്രമേണ ഈ പറയുന്ന കാലയവനിക്കുള്ളിലേക്ക്, കാര്യം SFIക്കാരെ പ്രവർത്തിക്കാൻ കിട്ടുന്നില്ല, DYFIക്കാരെ പ്രവർത്തിക്കാൻ കിട്ടുന്നില്ല. എന്തിനാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഉയർന്നൊരു ചോദ്യം അവരുടെ മുന്നിൽ, എന്തിനാണ് ഞങ്ങൾ പ്രവർത്തിച്ചിട്ട്? DYFIക്കാർ ഇപ്പം ഞങ്ങൾ മുന്നോട്ട് നിന്നിട്ട് എന്തിനാ? മറ്റുള്ള ആൾക്കാർക്ക് ഇപ്പോൾ തെക്കൻ കേരളത്തെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഞങ്ങളൊക്കെ നിന്നിട്ട് എന്തുണ്ടാക്കാനാണ് ഇവിടെ? അതേസമയം വടക്കൻ കേരളത്തിലുള്ള പിന്നെ പല പിന്നെ വി വസീഫിനെ പോലെ സനോജിനെ പോലെയുള്ള ആൾക്കാർ കയറി പോകുന്നുണ്ട്. നമുക്കെന്ത് കിട്ടുന്നുണ്ട് ഇവിടെ എന്ന് ഇവിടുത്തെ തെക്കൻ കേരളത്തിലുള്ള ഒരു പറ്റം യുവാക്കൾ ചിന്തിച്ചു കഴിഞ്ഞാൽ DYFI എന്ന് പറയുന്ന സംഘടന ദുർബലപ്പെട്ടു പോകും. പണ്ട് DYFIയുടെ യൂണിറ്റ് കമ്മിറ്റികൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സജീവമായിട്ടുണ്ടായിരുന്നു. ഇന്ന് എവിടെയാണ് യൂണിറ്റ് കമ്മിറ്റികളുള്ളത്? എത്ര യൂണിറ്റ് കമ്മിറ്റികൾ എണ്ണിപ്പെറുക്കി എടുക്കാൻ പറ്റും? പണ്ട് DYFIയുടെ ഒരു യൂണിറ്റ് സമ്മേളനം വിളിക്കുക എന്ന് പറയാൻ 10-30 ചെറുപ്പക്കാരതിനകത്ത് നിരന്നിരിക്കുകയാണ്. ഇന്ന് പിന്നെ ഒരു യൂണിറ്റ് സമ്മേളനം വിളിച്ചു കഴിഞ്ഞാൽ 10 പേര് വന്ന് ആ ഒരു നിലയ്ക്ക് ചുരുങ്ങിപ്പോയി. ഇന്ന് പുതിയ തലമുറ വന്നപ്പോൾ പുതിയ തലമുറയെ DYFI എന്ന് പറയുന്ന സംഘടനയിലേക്ക് ആകർഷിക്കാൻ പറ്റിയ ഒന്നുമില്ല. ഇന്ന് ഈ പൊതിച്ചോറ് കെട്ടിക്കൊണ്ട് കൊടുക്കുന്നത് എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പുതിയ തലമുറയിൽപ്പെട്ട ജെൻസി അല്ല. നമ്മൾ മനസ്സിലാക്കണം, ജെൻസി അല്ല. 90 കിഡ്സ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ആളുകളാണ് ഇന്ന് പിന്നെ പൊതിച്ചോറ് കെട്ടിക്കൊണ്ട് പോകുന്നത്. അല്ലാതെ ജെൻസി കുട്ടികളൊന്നുമില്ല. 2000-ന് ശേഷമുള്ള ഒരു കുട്ടികളെയും നമ്മൾ ആ പൊതിച്ചോറ് കെട്ടുന്നതിനകത്തോ DYFIയുടെ ഒരു പരിപാടിക്കകത്തോ ഒന്നും കാണാനേ കിട്ടുന്നില്ല. ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന അവരൊക്കെ തന്നെയാണ്. ഈ പറയുന്ന 90 കിഡ്സ് എന്ന് പറയുന്ന ഏകദേശം 30 വയസ്സോളം പ്രായം എത്തുന്ന ആൾക്കാരാണ്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? സംഭവിക്കുകയെന്ന് വെച്ചാൽ യുവാക്കൾക്കിടയിലേക്കോ ചെറുപ്പക്കാർക്കിടയിലേക്കോ DYFI പോലുള്ള അല്ലെങ്കിൽ സംഘടനയ്ക്ക് വളർന്നു കയറാൻ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ മകുടോദാഹരണമാണ്. ഇതൊക്കെ അറിഞ്ഞാലല്ലേ ഒരാൾ പാർട്ടി കൊടുക്കുള്ളൂ. അതേസമയം യുവമോർച്ച ശക്തമായി നിൽക്കുന്ന ഒരു പാർട്ടിയല്ലേ യുവമോർച്ച. യൂത്ത് കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അറിയാം, അബിൻ വർക്കി സ്ഥാനാർത്ഥിയായില്ലേ? അബിൻ വർക്കി സ്ഥാനാർത്ഥി എവിടെയാ? പിന്നെ തിരുവനന്തപുരം കിടക്കുന്ന അബിൻ വർക്കി വന്നിട്ട് ആറന്മുളയിൽ സ്ഥാനാർത്ഥിയായില്ലേ? അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? സ്ഥാനാർത്ഥിയായി ജയിക്കുകയും ചെയ്തു. ഒരു മന്ത്രിയുടെ എതിരെ നിന്ന് ജയിക്കുകയും ചെയ്തു അബിൻ വർക്കി. എന്തുകൊണ്ട്? അങ്ങനെ അവസരം കൊടുക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിലേക്ക് കോൺഗ്രസ് മാറുമ്പോൾ ഇവിടെ അവസരം കൊടുക്കാത്ത പാർട്ടിയും കുറേ കിഴന്മാരും നയിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള പേരുദോഷം CPM-നുണ്ടായി. SFIക്കാർ കുട്ടികൾക്ക് അവസരം കൊടുക്കുന്നില്ല. KSUവിൻ്റെ നേതാവാണ് അലോഷ്യസ് സേവ്യർ ഇപ്പോഴും പിന്നെ KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്. അവൻ അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കാൻ കഴിയുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ്സിലുള്ള ഒരാൾ ഇന്ന് മന്ത്രിയാണെന്നേ, പിന്നെ നമ്മുടെ ഇദ്ദേഹം OJ ജനീഷ് പിന്നെ മന്ത്രിയായിട്ടിരിക്കുക. ആലോചിച്ച് നോക്കിയോളൂ അവർ കൊടുക്കുന്ന ഒരു പ്രാധാന്യം എത്രത്തോളം വലുതാണെന്ന്. ഇവിടെ കഴിഞ്ഞ മന്ത്രിസഭയിൽ DYFIയിൽ ഏത് നേതാവ് ഉണ്ടായിരുന്നു? DYFIക്കാരനായ ഒരു നേതാവ് മന്ത്രിസഭയിലുണ്ടായിരുന്നു. കഴിഞ്ഞ മന്ത്രിസഭയിൽ ഇല്ലായിരുന്നു. ഇത്തവണ UDFിൻ്റെ മന്ത്രിസഭയിൽ നോക്കൂ. അപ്പോൾ ഇതാണ് ആ വ്യത്യാസം. അപ്പം SFI എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല, DYFI എന്ന് പറയുന്ന സംഘടനയ്ക്ക് പ്രാധാന്യം അതിലെ നേതാക്കന്മാർ കൊടുക്കുന്നില്ല. അതേസമയം ആശ്രയെ പോലുള്ളവരെ എടുത്തു പൊക്കിക്കൊണ്ട് നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് തെക്കൻ കേരളത്തിലേക്ക് CPM വരുന്നില്ല? CPM ഒരു പ്രാധാന്യം. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സംഘടനാപരമായി ശരിക്കും ദൗർബല്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് CPM. അതിന് ഫണ്ട് വിഷയം വലിയ ശക്തമായ നിലയിലുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാർ അതിൽ നിന്ന് അകലുന്നുണ്ട്. ചെറുപ്പക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ട യാതൊരു നടപടിക്രമങ്ങളും പാർട്ടി ഉണ്ടാക്കുന്നില്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യമാണ്.